ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 1. നമുക്ക് ആശ്രയിക്കാവുന്ന സ്രഷ്ടാവ്. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16. മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈനിലെ രാക്ഷസൻ നമ്മുടെ സാംസ്കാരിക ഭാവനയെ ആകർഷിക്കുന്ന പരക്കെ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ജീവിയെ സൃഷ്ടിച്ച മതിഭ്രമമുള്ള ശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനെയാണ് ഷെല്ലി യഥാർത്ഥ രാക്ഷസനായി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഈ ജനപ്രിയ നോവലിന്റെ അടുത്ത വായനക്കാർക്ക് അറിയാം. ബുദ്ധിശക്തിയുള്ള ഒരു ജീവിയെ സൃഷ്ടിച്ചതിന് ശേഷം വിക്ടർ അവന് മാർഗനിർദ്ദേശമോ സൗഹൃദമോ സന്തോഷത്തിന്റെ പ്രതീക്ഷയോ നിഷേധിക്കുന്നു. ആ ജീവി നിരാശയിലേക്കും ക്രോധത്തിലേക്കും ഇറങ്ങിപ്പോകുന്നു എന്ന് ഉറപ്പാക്കുന്നു. വിക്ടറിനെ അഭിമുഖീകരിക്കുമ്പോൾ ജീവി വിലപിക്കുന്നു, എന്റെ സ്രഷ്ടാവായ നീ എന്നെ പിച്ചി ചീന്തി വിജയിക്കുന്നു. സകലത്തിന്റെയും യഥാർത്ഥ സ്രഷ്ടാവ് ഇതിൽ നിന്നും എത്ര വ്യത്യസ്തനാണെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. അവന് അവന്റെ സൃഷ്ടികളോട് മാറ്റമില്ലാത്തതും മടുപ്പില്ലാത്തതുമായ സ്നേഹമാണുള്ളത്. ദൈവം ഒരു തോന്നലിന് അവയെ സൃഷ്ടിച്ചതല്ല, മറിച്ച് തന്റെ സ്നേഹത്താൽ മനോഹരവും വളരെ നല്ലതുമായ ലോകത്തെ സൃഷ്ടിച്ചു. മനുഷ്യൻ അവനിൽ നിന്ന് മുഖം തിരിച്ച് രാക്ഷസീയമായ തിന്മ തെരഞ്ഞെടുത്തപ്പോഴും ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള പ്രതിബദ്ധതയ്ക്കും സ്നേഹത്തിനും മാറ്റം വന്നില്ല. യേശു നിക്കോദെമസിനോട് വിശദീകരിച്ചതുപോലെ ലോകം രക്ഷിക്കപ്പെടുന്നതിനായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ തന്റെ ഏകപുത്രനെ പോലും നൽകുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് യേശു തന്നെത്താൻ ബലിയായി തീർന്നു. നമ്മുടെ ഹൃദയവും ജീവിതവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവ് നമുക്കുണ്ട്. ചിന്തിക്കുക, തന്റെ സൃഷ്ടികളോടുള്ള ദൈവത്തിന്റെ പ്രതിബദ്ധത നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.